പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, പലരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഫയർഫോഴ്സ് അതുപോലെ തന്നെ CPO IRBയുടെ ഒക്കെ കൺഫർമേഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് പരീക്ഷാ ഡേറ്റിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും പരീക്ഷാ ഡേറ്റുകളിലേക്ക് തന്നെ കടക്കാം കേട്ടോ. നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പരീക്ഷകളുടെ ഡേറ്റുകൾ. അപ്പൊ നിലവിൽ ഇപ്പോ കൺഫർമേഷൻ വന്നിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ 740/2024 എന്ന് പറയുന്ന നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ IRB 583/2024, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സ് 471/2024. ഇതില് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, IRBയുടെയും CPOയുടെയും പരീക്ഷ നടക്കാൻ പോകുന്നത് ഒരേ ദിവസത്തിലാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ 26/7/2025 എന്ന് പറയുമ്പോൾ ഏതാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കേട്ടോ. ജൂലൈ 26-നാണ് നമ്മുടെ CPO പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. പോലീസിന്റെയും IRBയുടെയും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ജൂലൈ അല്ല, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 26. ഓക്കെ, ജൂലൈ 26 തന്നെയാണ് നമ്മുടെ CPOയുടെയും IRBയുടെയും പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ജൂലൈ 26-നാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു സംശയം തോന്നും, എങ്ങനെയാണ് ഈ പറയുന്ന IRBയും CPO ഒരുമിച്ച് നടത്തുക എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, CPOയ്ക്കും IRBയ്ക്കും സെയിം സിലബസ് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും അതിനകത്തുമില്ല. അപ്പൊ മിക്കവാറും രണ്ടിനും ഒരേ പരീക്ഷ തന്നെ ആയിരിക്കും നടത്താനായിട്ട് പോവുക. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ CPOയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫൈനൽ ബാച്ചാണ്, ലാസ്റ്റ് ബാച്ചാണ്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ നമ്പറിൽ വാട്സപ്പിൽ CPO അല്ലെങ്കിൽ IRB എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ കാര്യം, ഫയർഫോഴ്സിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് 12-ാം തീയതിയാണ്. ജൂലൈ 12-ാം തീയതിയാണ് ഫയർഫോഴ്സിന്റെ എക്സാം കേട്ടോ. അപ്പോ CPOയുടെ പരീക്ഷ ജൂലൈ 26-നും നമ്മുടെ ഫയർഫോഴ്സിന്റെ പരീക്ഷ ജൂലൈ 12-നുമാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഫയർഫോഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മളിപ്പോ നിലവിലെ ലാസ്റ്റ് ബാച്ച് റണ്ണിംഗ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വീക്ക് കൂടി ഇതിന്റെ അഡ്മിഷൻസ് ഉണ്ടാവത്തുള്ളൂ, ഇനി അഡ്മിഷൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ മുന്നോട്ടുണ്ടാവൂ. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള സമയം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുക എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്തു തരാം നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CPO ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ 9996116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം 600 രൂപയാണ് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആയിരിക്കും. ഫയർഫോഴ്സ് ഫയർവുമന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 300 രൂപയാണ് പേയ്മെന്റ്. നമ്പർ സെയിം തന്നെയാണ്. പേയ്മെന്റ് ചെയ്തിട്ട് ആ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി ഒട്ടും സമയമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പഠിച്ചു മുന്നേറാം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ടെലഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് നിലവില് എന്ത് ചെയ്യാൻ പോവാണ്, കോഴ്സിലേക്ക് ഇനി കയറാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡേറ്റുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. CPOയുടെ ഡേറ്റ് 26-ാം തീയതിയും 26 ജൂലൈയിലും, അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ ഡേറ്റ് 12 ജൂലൈയിലും കേട്ടോ. അപ്പൊ എന്തായാലും കൺഫർമേഷൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കേരള PSC പറയുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും 5/11 എന്ന് പറയുമ്പോൾ അടുത്ത മാസം 11-ാം തീയതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് കഴിയും. മാക്സിമം ഇന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഉടനെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.